ഒരു മനുഷ്യനെ ഉടുപ്പൂരി നിർത്തി കൈമുട്ടുകൊണ്ട് കുനിച്ച് നിർത്തി ഇടിക്കുക, ഇരു ചെകിടത്തും മാറി മാറി അടിക്കുക, തറയിൽ വീണിട്ടും തല്ലിക്കൂട്ടുക. ഇതാണോ പിണറായി വിജയന്റെ ജനമൈത്രി പോലീസ്? എന്തിനാണ് മർദ്ദനം എന്നുകൂടി അന്വേഷിക്കുമ്പോഴാണ് കാക്കിയിട്ട ഗുണ്ടായിസം തുറന്നു കാട്ടപ്പെടുന്നത്. കാൽവെള്ളയിൽ 15 തവണയാണ് ചൂരൽ കൊണ്ട് അടിച്ചതെന്നാണ് സുജിത്ത് പറയുന്നത്. വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചതിനാണ് ഈ സുജിത്ത് എന്ന പൊതുപ്രവർത്തകനോട് പോലീസിലെ അക്രമികൾ കൈത്തരിപ്പ് തീർത്തത്. അപ്പോൾ പോലീസിനോട് തിരിച്ചെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോലീസുകാർ എല്ലാവരും അല്ല, ഈ പറഞ്ഞതുപോലെ ചുരുക്കം ചിലർക്കെങ്കിലും അതെന്തോ വലിയ അഭിമാനക്ഷതമാണ്. എങ്കിൽ ഇങ്ങനെ കൈത്തരിപ്പ് തീർക്കുന്നത് ഇതാദ്യ സംഭവമല്ല. അപ്പോൾ CCTVക്ക് തൊട്ട് താഴെയിട്ട് ഇങ്ങനെ തൊഴിച്ചെങ്കിൽ അതാരെങ്കിലും ഒക്കെ കൊടുക്കുന്ന ധൈര്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കുന്നത് എന്തൊരു വില്ലത്തരമാണ്. പോലീസുകാർക്ക് ഉരുട്ടിക്കൊല്ലാനും തല്ലിക്കൊല്ലാനും ചവിട്ടിക്കൊല്ലാനും അല്ല കേരളത്തിൽ അമ്മമാർ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്, വളർത്തി വലുതാക്കുന്നത്. ഒരമ്മയ്ക്കും താങ്ങാൻ കഴിയാത്ത ഈ ക്രൂരതയ്ക്ക് അപരാധികൾ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. ശമ്പളം പിടിച്ചോ അടുത്ത വില്ലേജിലേക്ക് സ്ഥലം മാറ്റിയോ തീർക്കേണ്ട അപരാധവുമല്ല, ഇത് ക്രിമിനൽ കുറ്റകൃത്യമാണ്, അധികാര ദുർവിനിയോഗമാണ്. ജനമെല്ലാം കണ്ടു കഴിഞ്ഞു. ഈ 4 പേരെ കാക്കി ഊരിച്ച് നിയമത്തിന് മുന്നിൽ നിർത്താനുള്ള നീതിബോധം പോലീസ് മന്ത്രിക്ക് ഉണ്ടാകണം. അല്ലെങ്കിൽ ഇത് വെള്ളരിക്ക പട്ടണമായിരുന്നുവെന്ന് കാലം വിലയിരുത്തും.